പശ്ചിമേഷ്യയിൽ കളി മുറുകുകയാണ്. വെറും കളിയല്ല, ചോരയും തീയും കലർന്ന മരണക്കളി. 2026 ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തിയ ഓപ്പറേഷൻ എപിക് ഫ്യൂറിക്കും ഓപ്പറേഷൻ ലയൺസ് റോറിനും പിന്നാലെ യുദ്ധം 4-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ലോകം വിറങ്ങലിച്ചു നിൽക്കുന്നത് ഇറാന്റെ ആ ഒരൊറ്റ നീക്കത്തിനു മുന്നിലാണ്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ ശ്വാസനാളമായ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചുപൂട്ടിയിരിക്കുന്നു. ഇതോടെ ആഗോള വിപണി തകർന്നടിയുമെന്നും പട്ടിണിയിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും നീങ്ങുമോ എന്നുമുള്ള ഭയത്തിലാണ് ലോകമുള്ളത്. അതേസമയം തന്നെ കൊന്നു എന്ന് ആഘോഷിച്ചവർക്കും ജർമ്മനിയിലേക്ക് ഓടിപ്പോയെന്ന് കഥയുണ്ടാക്കിയവർക്കും മുഖമടച്ച് പ്രഹരം നൽകിക്കൊണ്ട് ഇസ്രയേൽ സിംഹം ബെഞ്ചമിൻ നെതന്യാഹു ഇതാ പരസ്യമായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ചത്തെന്ന് കരുതിയിടത്തു നിന്ന് അദ്ദേഹം ഉയർത്തെഴുന്നേറ്റത് ഇറാനെ പാഠം പഠിപ്പിക്കുമെന്ന ഭീകരമായ ശപഥവുമായിട്ടാണ്. മറുഭാഗത്ത് ഡൊണാൾഡ് ട്രംപും സംഘവും ഒട്ടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. ഇറാന്റെ ഭരണകൂടത്തെ പിഴുതെറിയാതെ, അവരുടെ സൈനിക ശേഷി പൂർണ്ണമായും തകർക്കാതെ ഈ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന് തന്നെയാണ് അമേരിക്കയും ആണയിടുന്നത്. സമാധാനത്തിന് ആരു പറഞ്ഞാലും കേൾക്കില്ലെന്ന വാശിയിൽ പശ്ചിമേഷ്യയും കത്തിയെരിയുകയാണ്. ഇറാനിലെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വധത്തിന് പ്രതികാരമായി ഇറാൻ നടത്തിയ മിസൈൽ മഴയിൽ ഗൾഫ് നാടുകൾ വിറങ്ങലിച്ചു നിൽക്കുകയാണ്. പാകിസ്ഥാനിലെ കറാച്ചിയിലുള്ള US കോൺസുലേറ്റിലേക്ക് നൂറുകണക്കിന് ആളുകൾ ഇരച്ചു കയറിയപ്പോൾ ഉണ്ടായ വെടിവെപ്പിൽ മാത്രം 10 പേരാണ് കൊല്ലപ്പെട്ടത്. ബഹ്റൈനിലെ മിന സൽമാൻ തുറമുഖത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരാൾ കൂടി കൊല്ലപ്പെട്ടതോടെ യുദ്ധം ഓരോ രാജ്യങ്ങളിലേക്കും പടരുകയാണ്. നെതന്യാഹുവിന്റെ ഓഫീസ് തകർത്തുവെന്നും അദ്ദേഹം കൊല്ലപ്പെട്ടുവെന്നും IRGC അവകാശപ്പെട്ടത് ലോകം ഞെട്ടലോടെയാണ് കേട്ടത്. എന്നാൽ ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലൂടെ അദ്ദേഹം ഈ വാർത്തകളെയെല്ലാം പച്ചക്കള്ളമാണെന്ന് തെളിയിച്ചു. നിങ്ങൾക്ക് അനന്തമായ ഒരു യുദ്ധമുണ്ടാകാൻ പോകുന്നില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുമ്പോൾ അത് ഇറാനുള്ള കൃത്യമായ താക്കീത് കൂടിയാണ്. ഇറാന്റെ ഭൂഗർഭ ബങ്കറുകളിലെ ആണവ കേന്ദ്രങ്ങൾ മാസങ്ങൾക്കുള്ളിൽ തകർക്കാൻ കഴിയാത്ത വിധം സുരക്ഷിതമാകുമെന്നും അതിനാൽ ഇപ്പോൾ നടത്തുന്ന ഈ സൈനിക നീക്കം അനിവാര്യമാണെന്നും നെതന്യാഹു വാദിക്കുന്നു. യുദ്ധം വർഷങ്ങളോളം നീണ്ടു നിൽക്കില്ലെന്നും എന്നാൽ അത് അതീവ നിർണായകമായിരിക്കുമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ വാക്കുകൾ ഇറാന്റെ നെഞ്ചുടിപ്പ് വർദ്ധിപ്പിക്കുന്നതാണ്. ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായും തുടച്ചു നീക്കാൻ അമേരിക്ക പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹവും മുന്നറിയിപ്പ് നൽകി. ഇതിന് തെളിവായി ഇറാന്റെ പ്രധാന സൈനിക കേന്ദ്രങ്ങൾ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ തകർക്കുന്നതിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ US സെന്റകോം പുറത്തുവിട്ടു. ഓപ്പറേഷൻ എപിക് ഫ്യൂറിയിലൂടെ ഇറാന്റെ നട്ടലൊടിക്കാനാണ് അമേരിക്കയുടെ നീക്കം. അയൽപ്പക്കത്തുള്ള US താവളങ്ങളെ ആക്രമിക്കുന്ന ഇറാന്റെ ഓരോ നീക്കത്തിനും ഇരട്ടി പ്രഹരമാണ് അമേരിക്ക നൽകിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം യുദ്ധം കേവലം അതിർത്തികളിൽ ഒതുങ്ങുന്നില്ല. സൗദി അറേബ്യയിലെ റിയാദിലുള്ള അമേരിക്കൻ എംബസിക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണം ലോകരാഷ്ട്രങ്ങളെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ച ഈ ആക്രമണത്തോടെ ഗൾഫ് മേഖല മുഴുവൻ യുദ്ധഭീതിയിലാണ്. ഇറാന്റെ പരമോന്നത നേതാവ് ഖമേനിയുടെ വധത്തിനു പിന്നാലെ ഷിയ സമൂഹം തെരുവിലിറങ്ങിയിരിക്കുകയാണ്. തങ്ങളുടെ നേതാവിനെ കൊന്നതിന് ലോകത്തോട് മുഴുവൻ പ്രതികാരം ചെയ്യുമെന്നാണ് ഇറാന്റെ നിലപാട്. ഖത്തർ, കുവൈത്ത്, UAE, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ ഇറാന്റെ മിസൈൽ ഭീഷണിക്ക് കീഴിലാണ്. അമേരിക്കയുടെ മുൻകൂട്ടിയുള്ള ആക്രമണത്തെ റഷ്യയും ചൈനയും ഉത്തര കൊറിയയും ശക്തമായി അപലപിച്ചു കഴിഞ്ഞു. അടിയന്തരമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് ഇവർ ലോകത്തോട് ആവശ്യപ്പെടുകയാണ്. ഇതിനിടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രയേൽ പ്രധാനമന്ത്രിയുമായും ഗൾഫ് നേതാക്കളുമായും നേരിട്ട് സംസാരിച്ചു. ലോക സമാധാനത്തിന് യുദ്ധം ഭീഷണിയാണെന്നും സമാധാന ചർച്ചകൾ ഉടൻ ആരംഭിക്കണമെന്നുമാണ് ഇന്ത്യയുടെ നിലപാട്. ഇതിനിടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രയേൽ പ്രധാനമന്ത്രിയുമായും ഗൾഫ് നേതാക്കളുമായും നേരിട്ട് സംസാരിച്ചു. ലോക സമാധാനത്തിന് യുദ്ധം ഭീഷണിയാണെന്നും സമാധാന ചർച്ചകൾ ഉടൻ ആരംഭിക്കണമെന്നുമാണ് ഇന്ത്യയുടെ നിലപാട്. എന്നാൽ ഇറാന്റെ കർക്കശമായ സർക്കാർ പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയുമായി മുന്നോട്ടു പോവുകയാണ്. ചർച്ചയ്ക്കുള്ള വാതിലുകൾ അവർ കൊട്ടിയടച്ചിരിക്കുകയുമാണ്. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ സമാധാനം എന്നത് ഇപ്പോൾ ഒരു വിദൂര സ്വപ്നം മാത്രമാണ്. ഇറാനെ തകർക്കാൻ അമേരിക്കയും ഇസ്രയേലും ഒന്നിക്കുമ്പോൾ അവർക്ക് മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമായി റഷ്യയും ചൈനയും ഉത്തര കൊറിയയും നിലയുറപ്പിക്കുകയാണ്. അമേരിക്കയുടെ നീക്കങ്ങളെ ശക്തമായ ഭാഷയിലാണ് റഷ്യയും ചൈനയും ഉത്തര കൊറിയയും അപലപിച്ചിരിക്കുന്നത്. ഇത് കേവലം ഒരു പ്രസ്താവനയിൽ ഒതുങ്ങില്ലെന്ന സൂചനയാണ് റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും വരുന്നത്. അമേരിക്കയുടെ അധിനിവേശ താൽപര്യങ്ങൾക്കെതിരെ ഇറാനെ ഒരു കവചമായി നിർത്താനാണ് ഈ രാജ്യങ്ങളുടെ നീക്കം. കിം ജോങ് ഉന്നിന്റെ ഉത്തര കൊറിയ ആകട്ടെ അമേരിക്കയെ നേരിടാൻ ഇറാനുമായുള്ള സൈനിക സഹകരണം പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചും കഴിഞ്ഞു. ഒരുപക്ഷെ ഈ 3 രാജ്യങ്ങളും നേരിട്ട് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയാൽ അത് ഒരുപക്ഷെ 3-ാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കം തന്നെയായിരിക്കും. അത്യാധുനിക മിസൈലുകളും ആണവായുധങ്ങളും കൈവശമുള്ള ഈ ത്രിശക്തികൾ ഇറാനൊപ്പം ചേരുന്നത് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ സ്വപ്നങ്ങൾക്ക് കനത്ത പ്രഹരമേൽപ്പിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല.
ലോകം മുഴുവൻ വിഭജിക്കപ്പെടുമ്പോൾ ഇന്ത്യയുടെ നിലപാടും അതീവ നിർണായകമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രയേൽ പ്രധാനമന്ത്രിയുമായും ഗൾഫ് നേതാക്കളുമായും നേരിട്ട് സംസാരിച്ച് സമാധാനത്തിന് ആഹ്വാനം ചെയ്തത് ഇന്ത്യയുടെ നയതന്ത്ര പക്വതയാണ് കാണിക്കുന്നത്. യുദ്ധം ഒരു പരിഹാരമല്ലെന്നും ചർച്ചകളിലൂടെ മാത്രമേ സമാധാനം സ്ഥാപിക്കാൻ കഴിയൂ എന്നും ഇന്ത്യ ആവർത്തിച്ചു വ്യക്തമാക്കുന്നു. എന്നാൽ ഇറാന്റെ കർക്കശമായ ഭരണകൂടം പുതിയ പരമോന്നത നേതാവിനെ കണ്ടെത്താനുള്ള തിരക്കിലാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ സമാധാന ശ്രമങ്ങൾ എത്രത്തോളം വിജയിക്കുമെന്ന് കണ്ടറിയണം. ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടിയതോടെ എണ്ണവില കുതിച്ചുയർന്നാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിക്കുകയും സാമ്പത്തിക മാന്ദ്യം ഉണ്ടാവുകയും ചെയ്യും. ഇത് വെറുമൊരു യുദ്ധമല്ല, മറിച്ച് ഓരോ സാധാരണക്കാരന്റെയും അടുക്കളയെപ്പോലും ബാധിക്കുന്ന സാമ്പത്തിക യുദ്ധം കൂടിയാണ്. ട്രംപിന്റെ കണക്കുകൂട്ടൽ പ്രകാരം 4 ആഴ്ചയ്ക്കുള്ളിൽ ഇറാനെ കീഴടക്കാമെന്നാണെങ്കിലും റഷ്യയും ചൈനയും ഇറാനു പിന്നിൽ അണിനിരന്നാൽ യുദ്ധം വർഷങ്ങളോളം നീണ്ടുനിൽക്കാൻ സാധ്യതയുണ്ട്. പശ്ചിമേഷ്യൻ മണ്ണ് ഒരു വൻ ശക്തികളുടെ പരീക്ഷണശാലയായി മാറുകയാണ്. ആര് ജയിക്കുമെന്നതല്ല, എത്രത്തോളം നാശനഷ്ടങ്ങൾ ലോകമിനിയും സഹിക്കേണ്ടി വരും എന്നത് തന്നെയാണ് പ്രധാനം.